നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ പഴയ സ്റ്റാൻഡ് പരിസരത്താണ്. രാത്രിയിലും നിരവധി ആളുകളാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ചേട്ടാ, നിയമസഭ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ ഏത് പാർട്ടി ജയിക്കുന്നതാണ് വിശ്വസിക്കുന്നത്? ഇപ്രാവശ്യം UDF ജയിച്ചോട്ടെ. LDF ദോഷമുണ്ടായിട്ടൊന്നുമല്ല, പാർട്ടിയുടെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തെ ആ ഒരു പവർ ഉണ്ടല്ല, അത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഒന്ന് പുറത്തിരിക്കട്ടെ. ഈ കുറേ നാളായി UDF അവരൊന്ന് കയറിയിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ചെയ്യട്ടേന്നേ. എല്ലാ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ UDF ജയിക്കട്ടെ, എന്റെ അഭിപ്രായം. പ്രതിപക്ഷത്ത് ഇരുന്നാലാണ് LDF കൂടുതൽ ശക്തി കൂടുന്നതാണ്. അല്ലെ, ഇടയ്ക്ക് 10 വർഷമൊക്കെ ഭരിച്ചില്ലേ, ഇനി കുറച്ച് സംഘടനയെ ശക്തിപ്പെടുത്താം. ഇതുവരെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, നല്ല കാര്യം. ഇനി സംഘടന ഇതേപോലെ പോയാലും സംഘടന ഇല്ലാതാവും. ഈ 10 വർഷം LDF ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഒന്നാമത് ഈ ഭരിക്കാന്നുള്ള പേര് പറ്റുകയാണെങ്കിൽ മാറ്റി ജനങ്ങളെ സേവിച്ചിട്ട്, ജനങ്ങളെ സേവിച്ചു തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാ. സേവനമാണോ എന്നുള്ളത്. ഭരിച്ചു എന്നുള്ളതൊക്കെ ചിലപ്പോ എല്ലാവർക്കും പാർട്ടിക്കാർക്കും ഒക്കെ പറയും ഞങ്ങൾ ഭരിച്ചു എന്നൊക്കെ, ശരിയാണ്. രാജഭരണത്തിന് ശേഷം ഇടതിന്റെയും വലതിന്റെയും ഭരണം. പക്ഷെ സേവിച്ചോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. അതിൽ മാർക്കിടാനായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമല്ലേ, ഒരു മാർക്കിട്ടിട്ട്. പ്രാവശ്യം UDF വന്നാൽ നല്ലതെന്നേ, നല്ലതായിരിക്കും അല്ലെ? ഒന്നൊരു ചേഞ്ച് ആരൊക്കെ ഇഷ്ടമില്ലാത്തത്. ചേട്ടാ, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ കേരളത്തില്. അതെ. അപ്പം ഏത് മുന്നണി അധികാരത്തിലെത്തുന്ന തോന്നുന്നു? LDF തുടർ ഭരണം തന്നെ വരും. മൂന്നാമതും വരണം. അവരല്ലേ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇപ്പൊ വയനാടിനെ സംബന്ധിച്ചാണേലും അതുപോലെ തന്നെ നമ്മുടെ ഗതാഗതവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് എന്താ ഇതുപോലെ ഒരു തുടർ ഭരണം ഇതിനു ശേഷം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവും, തീർച്ചയായും വരണം. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വലിയ മെച്ചപ്പെട്ടു പിന്നെ ആയിട്ടില്ലേ, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് പാർട്ടിയെ ഭരിച്ചാലും അതൊക്കെ ഭരിച്ച് മുടിക്കുള്ളൂ. ഇത് കുറച്ചൊക്കെ കട്ടോട്ടെ. കക്കുന്നതിലും ഉപരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം, ബാക്കി കാര്യങ്ങളെല്ലാം വയനാടിനെ സംബന്ധിച്ച് പിന്നെ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. ടൗൺഷിപ്പ് ഒക്കെ ഒരു മികച്ച ഉദാഹരണം അല്ലേ? പിന്നെ ഈ 10 വർഷം LDF സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ? ചെയ്തിട്ടുണ്ട്, തീർച്ചയായും. നമ്മൾ അങ്ങനെ വേറൊരു പാർട്ടിയോ ഇതുമായിട്ട് പറയുന്നതല്ല. അപ്പം എന്താ വെച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പിണറായി സർക്കാർ എന്ന് തന്നെ പറയാം. അദ്ദേഹം ചെയ്ത് വലിയൊരു കാര്യം തന്നെ. വീട് തുടർഭരണം വേണമെന്നാണ് താങ്കൾ പറയുന്നത്? തുടർഭരണം വരണം. ഇതല്ലാണ്ട് ഇനിയിപ്പോൾ വേറെ ഒരു മൂന്നാമതൊരു മുന്നണിയൊന്നും വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതേപോലെ ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ നിലവിൽ സർക്കാരിനെതിരെ ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് നമ്മുടെ ഈ കൽപ്പറ്റ ടൗൺഷിപ്പ് തന്നെ കണ്ടാൽ പോരെ, എന്താ വിമർശിക്കാനുള്ളത്? ഒരു കാലതാമസം, അങ്ങനെ പല രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. കാലതാമസമല്ല, ഇപ്പം പോയവർക്ക് എന്തായാലും പോയി, ബാക്കിയുള്ളവർക്ക് അവർക്കൊരു കിടപ്പാടം അവിടെ ഉറപ്പായില്ല നമുക്ക്. അതാണ്. മികച്ച രീതിയിൽ സർക്കാർ പുനരധിവാസം നടത്തി തീർച്ചയായും. ചേട്ടപ്പോ നിയമസഭാ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ ഏത് പാർട്ടി ജയിക്കുമെന്നാണ് തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നിലവിലുള്ള പാർട്ടിക്ക് ഒരു സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസും ദുർബലമാണ്, LDF-ഉം ദുർബലമായിട്ടാണ് ഉള്ളൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് അറിയത്തില്ല. അപ്പൊ BJP മൂന്നാം മുന്നണിയായിട്ട് വരാൻ സാധ്യതയുണ്ടോ? BJPക്ക് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ രണ്ട് പാർട്ടികൾ ഇപ്പോൾ ഒരു ദുർബലാവസ്ഥയിലാണ് നിൽക്കുന്നത്. LDF-ഉം ശക്തമല്ല, കോൺഗ്രസും അത്ര ശക്തമായിട്ട് തോന്നുന്നില്ല. ഒരു മൂന്നാം മുന്നണി വരാനൊരു സാധ്യതയുണ്ട്. മൂന്നാം മുന്നണിയായിട്ട് BJP വരുന്നതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? മൂന്നാം മുന്നണി BJP വരുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഒരു ജനങ്ങളെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. 10 വർഷക്കാലം LDF സർക്കാരായിരുന്നു. അപ്പൊ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായതേ തോന്നുന്നുണ്ടോ സർക്കാർ കൊണ്ട്? സർക്കാർ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്താണല്ലോ ഇപ്പം അവസാന നിമിഷങ്ങളിലൊക്കെ ചുമ്മാ സർക്കാരിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. അതുകൊണ്ടൊക്കെ ഇപ്പം ഓരോ ജനങ്ങൾ അവരല്ലേ തീരുമാനിക്കുന്നത് ഇതിനെക്കുറിച്ച്. 10 വർഷത്തെ ഭരണം വലിയ കുഴപ്പമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഭരണം മോശമെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. സർക്കാർ ജീവനക്കാർക്കൊക്കെ ഒരു ആനുകൂല്യങ്ങളൊക്കെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല ചേട്ടാ, ഇപ്പൊ ടൗൺഷിപ്പ് ഒക്കെ വലിയ വരാനായല്ലോ, അപ്പൊ അതിനൊക്കെ കണ്ടിരുന്നോ? ടൗൺഷിപ്പ് ഒക്കെ പോയി കണ്ടിരുന്നു? കൽപ്പറ്റ തന്നെ അല്ലേ? കുഴപ്പമില്ല, നല്ല വികസനങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. BJP ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. BJP ജയിക്കാൻ ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ ഒരു നല്ല സർക്കാർ ഉണ്ടാകണം എന്ന് മാത്രമേ ഒരു ആഗ്രഹിക്കുന്നു. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട്? മാറ്റം ഇടതും വലതും അല്ലാതെ മൂന്നാമതൊരു വെച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ എൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും തോന്നുന്നു. ചേട്ടാ, ഇപ്പൊ കേരള നിയമസഭ ഇലക്ഷനാണ് വരുന്നത്. ഇപ്രാവശ്യം ആര് ജയിക്കുന്നതാണ് വിശ്വസിക്കുന്നത്? ഇപ്രാവശ്യം UDF ജയിക്കുന്നത്. UDF ജയിക്കുന്നതാണ്. അതായത് 10 വർഷത്തെ LDF ഭരണം ഇല്ലാതായി UDF അധികാരത്തിൽ വരും. കാരണം എന്താണ് തോന്നുന്നത്? അത് ഇപ്രാവശ്യം LDFന്റെ ഭരണത്തിന്റെ മോശം തന്നെ. മോശം. LDFന്റെ ഭരണ മോശം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 10 വർഷം ഭരിച്ചിട്ടും ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. വിലവർദ്ധനവ് വിലവർദ്ധനവ് പിടിച്ചിരുത്താൻ പറ്റിയില്ല. പെൻഷൻ സമയത്തൊന്നും കൊടുത്തില്ല. ഇപ്പോഴാണ് ഇപ്പോൾ ഒരു ഇലക്ഷൻ അടുപ്പിച്ചാണ് പെൻഷനൊക്കെ കറക്റ്റ് കൊടുക്കാൻ തുടങ്ങിയത്. അവർ പെൻഷനൊന്നും കൊടുക്കാതെ അങ്ങനെ വെച്ചു. പിന്നെ ചേട്ടാ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ചല്ലോ. വർദ്ധിപ്പിച്ചു. അവർ അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞതല്ലേ 2500 രൂപ കൊടുക്കാമെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നു. അധികാരത്തിൽ കയറുമ്പോൾ 2500 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ 2 മാസമായിട്ടുള്ളൂ ഇപ്പൊ 2000 കൊടുക്കാൻ തുടങ്ങി അവര്. അപ്പൊ അധികാരത്തിൽ കയറുന്ന സമയത്ത് 2500 കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് 2000 രൂപ കൊടുക്കാൻ തുടങ്ങിയത്. ഈ ഇലക്ഷൻ അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചു. ടാക്സുകൾ, ബിൽഡിംഗ് ടാക്സ്, റവന്യൂ ടാക്സ് എല്ലാം വർദ്ധിപ്പിച്ചു. എല്ലാ സാധനം വർദ്ധിപ്പിച്ച് മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതായത് 10 വർഷം ഭരിച്ചിട്ടും ഗുണമുണ്ടായിട്ടില്ല. ഗജന കാലിയായി. അതെ അതെ, ഗജന കാലിയാണ്. കംപ്ലീറ്റ് കാലിയാക്കിയിട്ടാണ് ഇറങ്ങി പോകാൻ നിൽക്കുന്നത് ഇനി. ചേട്ടാ, അതേപോലെ ചൂരൽമല പ്രശ്നമുണ്ടല്ലോ. ചൂരൽമല പോലുള്ള പ്രളയം, സർക്കാർ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ ഈ ടൗൺഷിപ്പ് ഇപ്പൊ തുടങ്ങുന്നു, വന്നിട്ടല്ലേ ഉള്ളൂ. ടൗൺഷിപ്പ് ഇപ്പൊ 28-ാം തീയതി ഏകദേശം പണി ചെയ്യും. ഏകദേശം മാർച്ച് ആദ്യവാരത്തിലോ അല്ലെങ്കിൽ ഫെബ്രുവരി 28-ന് വീടുകൾ കൈമാറുന്നതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത്. നടക്കൂല. വളരെ വൈകി പണി തീരൂല. പണി തീരൂല. ഏകദേശം പണി തീരില്ല. 128 വീട് ഫെബ്രുവരി അവസാനത്തിലോ മാർച്ച് ആദ്യവാരത്തിലോ കൈമാറാം എന്ന് പറയുന്നു. ഇന്ന് ഫെബ്രുവരി 15 ആയില്ലേ. 14 ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അല്ല, ടൗൺഷിപ്പിൽ ഏകദേശം വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പെയിന്റിങ് കഴിഞ്ഞു, പ്ലംബിംഗ് ഏകദേശം. കുറച്ചുപേര് കൊടുക്കാം. 128 വീട് അത്രേ ഒക്കെ പറ്റുള്ളൂ. മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. പണി നടന്നുകൊണ്ടിരിക്കുക. എല്ലാം കൊണ്ടും ഭരണം മാറണം, UDF വരണം എന്നാണ്. എല്ലാം കൊണ്ടും ഭരണം മാറിയിട്ട് UDF നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഇത് വരണം. അതിപ്പോൾ ജനങ്ങൾ വളരെയധികം ഈ 10 വർഷം കൊണ്ട് ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഒരു ചിന്ത വന്നത്. UDF അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ വിശ്വാസമുണ്ട്. കേരളത്തിൽ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് 2 മാസം കഴിഞ്ഞാ ഏത് മുന്നണി അധികാരത്തിൽ വരുന്ന പറയുന്നത്? LDF തന്നെ വരും. 10 വർഷത്തെ ഭരണ തുടർച്ച ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്. അപ്പൊ ഏത് മുന്നണി അധികാരത്തിൽ എത്തുന്നു താങ്കൾ പ്രതീക്ഷിക്കുന്നു? UDF അതിലൊരു ചർച്ചയില്ല. 10 വർഷത്തെ LDF ഭരണം ഓ ഷുവറാണ്, അതിലൊരു ചർച്ചയില്ല. എന്താ കാരണം? 10 വർഷം ഇപ്പൊ LDF ഭരിച്ചിട്ട് ജനങ്ങൾക്കൊരു ഉപകാരവും കണ്ടതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വെറും അഴിമതി മാത്രം. അപ്പൊ UDF അധികാരത്തിൽ എത്തുന്നതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? 100% ഉറപ്പാണ്. അതിലൊരു ചർച്ചയും ഞാൻ കാണുന്നില്ല. ചേട്ടാ, നിയമസഭ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഏത് പാർട്ടി ജയിക്കുന്നതാണ് തോന്നുന്നത്? പാർട്ടി ഇപ്പൊ ഞാനൊരു പാർട്ടിയിലല്ല. അപ്പൊ ഏത് പാർട്ടി എന്നാലും കുഴപ്പം. കാരണം ഭരണം ഇങ്ങനെയാണല്ലോ. KSRTC-കാര് മെയിനായിട്ട് വണ്ടീന്റെ പ്രോബ്ലം ആണെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകാരെയും KSRTC-കാരെയും വേർതിരിച്ചാണ് കാണുന്നത്. ഓൺലി ഇന്നലെ ഇപ്പൊ നമ്മുടെ ലക്കിടിയിൽ ഒരു വണ്ടി കയറി ഓവർടേക്ക് അല്ല, വളവിൽ പോലും ശ്രദ്ധിക്കാണ്ടാണ് കയറി പോകുന്നത്. അതിന് ഞാൻ കണ്ടത് ഫുള്ള് ആ ലോറിക്കാരന്റെ ഭാഗത്ത് തെറ്റായിട്ടാണ് ഫുൾ കമന്റും കാണുന്നത്. പിന്നെ ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല. ഭരണം മാറിയാൽ ആക്സിഡന്റായിട്ട് ബന്ധപ്പെട്ടല്ലോ മൊത്തം. ഭരണം മാറിയാൽ അത്രയും നല്ലതായിരിക്കും. ഭരണം മാറുന്നതാണ് താങ്കൾ പറയുന്നത്. അതെ. അപ്പൊ ഈ 10 വർഷം LDF ഭരിച്ചു. അപ്പൊ അതിൽ താങ്കൾ ഒട്ടും തൃപ്തനല്ല എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ അതല്ല, ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭരണം മാറ്റം സംഭവിച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ ആരാ അധികാരത്തിൽ എത്തുന്ന പ്രതീക്ഷിക്കുന്നത്? പിണറായി വിജയൻ വരും. മൂന്നാമതും വരും തീർച്ചയായിട്ടും. 100%. ചേട്ടാ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്നല്ലോ. ഏത് മുന്നണി അധികാരത്തിൽ വരുന്ന പറയുന്നത്? അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയാലും അവരെ ഭരിക്കാനായിട്ട് മുന്നിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് വേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 10 വർഷം LDF സർക്കാരാണ് ഭരിച്ചിരുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്?
അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലായിരിക്കും വോട്ടായിട്ട് മാറുക. അപ്പൊ ജനങ്ങളുടെ തീരുമാനം എന്താണെന്നും അതിനൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും ജനങ്ങളുടെ തീരുമാനം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണല്ലോ അതിന്റെ ഒരു ശരി. അപ്പൊ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ആ വോട്ട് തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. എനിക്ക് വോട്ട് ഇവിടെ അല്ല, പനവരത്താണ് വോട്ടിൽ. ഒരു 10-25 കിലോമീറ്റർ പോകണമെങ്കിൽ പോലും വോട്ട് ചെയ്യുന്നത് നിർബന്ധമായിട്ട് ചെയ്യും, സംശയമൊന്നുമില്ല.